ഇന്നലെയായിരുന്നു രാഷ്ട്രീയ പ്രവർത്തകനും നടനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണ വിവാഹിതയായത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ദിയ കൃഷ്ണ വിവാഹം കഴിച്ചത് തന്റെ സുഹൃത്തും തമിഴ്നാട് സ്വദേശി കൂടിയായ അശ്വിൻ ഗണേഷിനെയായിരുന്നു. ഇപ്പോഴിതാ ദിയ കൃഷ്ണയുടെ കല്യാണ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത്. ഇപ്പോൾ എല്ലായിടത്തും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ്. വളരെ ലളിതമായ രീതിയിലുള്ള കല്യാണ ചടങ്ങുകളും പരിപാടികളുമായിരുന്നു. അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു പങ്കെടുത്തത്. ദിയ കൃഷ്ണയാണ് വധു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ദിയയുടെ സഹോദരങ്ങളെ കണ്ട് ആരാധകരെല്ലാവരും ഞെട്ടിപ്പോയി. ഇതിൽ ആരാണ് വധു എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. എന്നാൽ വധുവായ ദിയ കൃഷ്ണയേക്കാൾ ആഭരണങ്ങളും സാരിയുമെല്ലാം ഉടുത്തായിരുന്നു സഹോദരിമാർ രംഗത്തെത്തിയത്. മൂവരെയും കണ്ട് ആരാധകരെല്ലാവരും ഞെട്ടിപ്പോയി. ഇതിൽ ആരാണ് വധു എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. നവവധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടായിരുന്നു ദിയയുടെ 3 സഹോദരിമാരും രംഗത്തെത്തിയത്. വളരെ മനോഹരമായ ഹിന്ദു ട്രഡീഷണൽ വെഡ്ഡിംഗ് ലുക്കിലായിരുന്നു 3 പേരും എത്തിയത്. എന്നാൽ ദിയ കൃഷ്ണയും അശ്വിൻ ഗണേഷും എത്തിയത് നോർത്ത് ഇന്ത്യൻ ട്രഡീഷണൽ വെഡ്ഡിംഗ് ലുക്കിലായിരുന്നു. നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ രംഗത്തെത്തുന്നത്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളുമായിരുന്നു ദിയ കൃഷ്ണ അണിഞ്ഞത്. എന്നാൽ വിവാഹ ചടങ്ങുകളും പരിപാടികളും വളരെ ലളിതമായ രീതിയിലായിരുന്നു. അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു പങ്കെടുത്തത്. എന്നാൽ അണിയാനുള്ള കാര്യത്തിൽ ദിയ കൃഷ്ണ ഒട്ടും കുറച്ചിട്ടില്ല. അതിമനോഹരമായ സാരി, ലക്ഷങ്ങൾ വിലയുള്ള സാരി, അതിമനോഹരമായ ആഭരണങ്ങൾ, കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും. വളരെ മനോഹരമായിട്ടുള്ള ഹാൻഡ് വർക്കിലുള്ള ഗോൾഡൻ കളറിലുള്ള സാരി കണ്ട് ആരാധകരെല്ലാവരും ഞെട്ടിപ്പോയി. നിരവധി പേരായിരുന്നു ദിയയ്ക്ക് ആശംസകൾ അറിയിച്ചും അഭിനന്ദനങ്ങൾ അറിയിച്ചും രംഗത്തെത്തിയത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു നയൻതാരയും വിക്കിയും വിവാഹിതരായത്. ഇരുവരുടെയും വിവാഹ ചടങ്ങ് പോലെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ആരാധകരെല്ലാവരും ദിയയോട് ഇപ്പോൾ പറയുന്നത്. സംഭവം ശരി തന്നെയാണ്. ദിയ കൃഷ്ണയെ കണ്ടപ്പോൾ നയൻതാരയാണോ എന്ന് വരെ ആരാധകർക്ക് തോന്നിപ്പോയി. കാരണം അതേപോലെയുള്ള ലുക്കിലായിരുന്നു ദിയ എത്തിയത്. ബ്രൈഡ് എൻട്രി ചെയ്യുന്ന സമയത്ത് പോലും ദിയ കൃഷ്ണയെ കണ്ട് ആരാധകരെല്ലാവരും വിചാരിച്ചു പോയി ഇത് നയൻതാരയാണെന്ന്. അത്രയ്ക്കും ലുക്കിലായിരുന്നു ദിയ എത്തിയത്. സഹോദരിമാർ ധരിച്ച സാരിയേക്കാൾ മനോഹരമായിട്ടായിരുന്നു ദിയ കൃഷ്ണയുടേത്. കാരണം സഹോദരിമാർ അണിഞ്ഞത് കേരള ട്രഡീഷണൽ വെഡ്ഡിംഗ് ലുക്കിലുള്ള സാരിയായിരുന്നു. എന്നാൽ ദിയ തന്റെ വെഡ്ഡിംഗ് ആഘോഷിച്ചത് ട്രഡീഷണൽ രീതിയിൽ നിന്നും കുറച്ച് മാറ്റിപ്പിടിച്ച് നോർത്ത് ഇന്ത്യൻ ട്രഡീഷണൽ ലുക്കിലായിരുന്നു. 4 ഗ്രാം ഗോൾഡ് ഉപയോഗിച്ചിട്ടുള്ള പട്ടുസാരിയാണ് ദിയ കൃഷ്ണ തന്റെ വിവാഹം ആഘോഷമാക്കി തീർക്കാൻ അണിഞ്ഞത്. 4 ഗ്രാം ഗോൾഡ് കൊണ്ട് ചെയ്ത, അതായത് പട്ടുനൂൽ കൊണ്ട് ചെയ്ത കാഞ്ചീപുരം സിൽക്ക് സാരിയാണ് ദിയ തന്റെ വിവാഹവേദിയിൽ അണിഞ്ഞത്. ഏകദേശം 1 മാസം എടുത്തു ഈ സാരിയുടെ വർക്കുകളെല്ലാം പൂർത്തിയാക്കാൻ. ആദ്യം പട്ടുനൂൽ ഉപയോഗിച്ച് സാരി നെയ്തെടുത്തു. അതിനുശേഷം ഹാൻഡ് വർക്ക് കൊടുത്ത് സാരി അതിമനോഹരമാക്കിയെടുത്തു. നിരവധി സ്റ്റോൺസും ബ്ലൗസിൽ കൊടുത്തിട്ടുണ്ട്. 3D സ്റ്റോൺസ് ആണ് നൽകിയത്. കൂടാതെ ഹാൻഡ് വർക്കിലുള്ള ഡിസൈൻസും ചെയ്തിട്ടുണ്ട്. ദിയ അണിഞ്ഞ സാരിയിലെ പ്രിന്റിലും വ്യത്യാസമുണ്ട്. സാധാരണ എല്ലാവരും ഫ്ലോറൽ പ്രിന്റാണ് തിരഞ്ഞെടുക്കാറുള്ളത്. എന്നാൽ ദിയ കൃഷ്ണ പക്ഷികളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സാരിയിൽ ബോഡി മോട്ടീവ്സ് ആണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ 3D സ്റ്റോൺസും ട്യൂബ്സും നൂൽ ഉപയോഗിച്ചുള്ള 3D എംബിഷൻസും നൽകിയിട്ടുണ്ട്. ദിയ കൃഷ്ണയുടെ ലക്ഷങ്ങൾ വിലയുള്ള സാരി കണ്ട് ആരാധകർക്ക് എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ടു.